നമസ്കാരം. കേരളം നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇന്നോ ഇന്നലെയോ അല്ല ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത ഭരണം, ധൂർത്ത് എല്ലാം കൊണ്ട് തന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർത്ത് തരിപ്പണമാക്കി പിണറായി വിജയൻ കേരളത്തിലെ അങ്ങ് കടത്തിലേക്ക് മുക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ദുബായ് മോഡൽ ആക്കുമെന്ന് പറഞ്ഞ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് കേരളത്തെ മുടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ആവശ്യമില്ലാത്ത കുറെ കിഫ്ബിയും ഊരാലങ്ങൾ സൊസൈറ്റിയും പോലത്തെ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടത്തിക്കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക നട്ടൽ തന്നെ തോമസ് ഐസക് തകർത്ത് തരിപ്പണമാക്കി. കിട്ടുന്ന പണമെല്ലാം പിണറായി വിജയൻ സ്വന്തം ഇഷ്ടത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടിയൊക്കെ വക മാറ്റി അങ്ങനെ അതിലൊക്കെ വലിയൊരു അഴിമതി കാണിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥ, അതായത് ഖജനാവിൽ തന്നെ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എന്ന് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഖജനാവിലെ മുഴുവൻ തുകയും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാനും അനാവശ്യ കാര്യങ്ങൾക്കും ടൂറുകളും, അതായത് കുടുംബത്തോടെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കുടുംബത്തോടെ ടൂർ പോകാനും ഒക്കെ ആ പണം ഉപയോഗിച്ചു. കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും തലയിൽ കടത്തിന്റെ ഭാരം കെട്ടിവെച്ച് കൊടുത്തു. പാവപ്പെട്ടവരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും KSRTC ജീവനക്കാരുടെയും ഒക്കെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിയിട്ട് മാസങ്ങളായി. അതിലൊരു വിചാരം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല. ഒരുപാട് മാസം ക്ഷേമ പെൻഷൻ നൽകാതെ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവസാനം ക്ഷമയുടെ നെല്ലിപ്പലക തന്നെ ഇളകി പിച്ചച്ചട്ടിയുമായി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു, വലിയ നാണക്കേടായി. അതോടെ ഒരു വലിയ വിവാദമൊക്കെ ആയതോടുകൂടി കുറച്ചു മാസത്തെ ക്ഷേമ പെൻഷൻ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു തീർത്തു. സർക്കാരിൽ നിന്ന് ഏകദേശം 16 ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിക്കിടപ്പുണ്ട്. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾക്ക് മാസം 900 കോടി രൂപ വേണം. ക്ഷേമനിധി പെൻഷൻ നൽകാൻ മാസം 90 കോടി രൂപയാണ് വേണ്ടത്. സാമൂഹ്യ പെൻഷൻ നൽകാൻ എന്ന പേരിൽ മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സാമൂഹ്യ ക്ഷേമത്തിലേക്ക് കൊടുത്തു തീർത്തിട്ടില്ല. ഈ സെസ് വഴി 2023 നവംബർ വരെയുള്ള കണക്ക് പ്രകാരം 740 കോടി രൂപയാണ് പിരിച്ചത്. പക്ഷെ പിരിച്ച തുക ഗുണഭോക്താവിന്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ്. കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറയുമ്പോഴും കേരളീയവും ആർക്കും വേണ്ടാത്ത ഒട്ടനവധി തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്തി അതിന്റെ പേരിൽ കൈയിട്ട് വാരി മന്ത്രിമാരുടെയും MLA-മാരുടെയും പരിവാരങ്ങളുടെയും ഒക്കെ പോക്കറ്റ് നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ധനമന്ത്രി ബാലഗോപാൽ നിർമ്മലാ സീതാരാമനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം, കേരളത്തിന് പണമില്ല. ബാലഗോപാൽ ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപയുടെ പാക്കേജാണ്. അങ്ങനെ കേരളത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. കേന്ദ്ര പദ്ധതി ഉൾപ്പെടുത്തി എത്രയൊക്കെ പണം നൽകിയാലും സംസ്ഥാന സർക്കാർ അതിനെ വഴിവിട്ട രീതിയിലാണ് പണം ചെലവാക്കുന്നത്. മറ്റിനങ്ങളിൽ ഏതൊക്കെ എത്ര ഫീസുകൾ കൂട്ടണമെന്ന് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വകുപ്പുകളുടെ ഉത്തരവുകൾ ഇറങ്ങിയാലേ അധിക ബാധ്യത ജനങ്ങളുടെ മേൽ എത്രത്തോളം ഇനി പതിക്കാൻ പോകുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. 6 മാസത്തിനകം ഏതൊക്കെ വർധനവ് വരുത്താം? പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും, അത് സർക്കാരിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഫീസുകളൊക്കെ വലിയ രീതിയിൽ തന്നെ കൂട്ടണം. ഏത് രീതിയിലാണ് ജനങ്ങളെ പിഴിയുക എന്നതിനെ പറ്റി ഒരു ഗവേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി കേന്ദ്ര സർക്കാരിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കിയിരുന്നതിന്റെ ഒരു ഫലമാണ് 2024 ലോക്സഭയിൽ പിണറായി വിജയൻ സർക്കാർ, അതായത് ഇടതുപക്ഷം കേരളത്തിൽ തകർന്ന് തരിപ്പണമായത്. ഇപ്പം നാളെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് 24,000 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. അതായത് സംസ്ഥാന സർക്കാർ നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ GST തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ളതുണ്ട്. അത് പിടിച്ചാൽ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ കടമെടുക്കാതെ സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുമെന്നത് ഉറപ്പാണ്. അതൊന്നും ചെയ്യാതെ ഭരണസിതാ കേന്ദ്രത്തിന്റെ AC മുറിയിൽ ഇരുന്ന് AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഓരോ പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്ത് കുറെ പത്രക്കാരുടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൊക്കെ കുറെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞിരുന്നാൽ പണം കിട്ടത്തില്ല. സെക്രട്ടേറിയറ്റിൽ പണം കായ്ക്കുന്ന മരമോ നോട്ടടിക്കുന്ന മെഷീനോ ഒന്നും സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പണം കണ്ടെത്താനുള്ള വഴികൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ ബോധമുള്ള ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെ അവിടെ വേണം. അത് ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. അല്ലെങ്കിൽ വിവരമുള്ള ആരെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ് പാർട്ടിയിൽ വേണം. അതില്ലാത്തതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് നമ്മുടെ കേരളം ഇത്രയേറെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് തുറന്നു പറയുക.